ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഒരു ചെറുമകനുണ്ട്. അദ്ദേഹം പറയും, ഞാൻ ഇവനുമായിട്ട് ഒത്തിരി കളികളിൽ ഏർപ്പെടാറുണ്ട്. പലപ്പോഴും ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ അപ്പൂപ്പൻ തോറ്റുകൊടുക്കാറുണ്ട്. അതുകൊണ്ട് തൻ്റെ ചെറുമകൻ്റെ, തൻ്റെ പേരക്കിടാവിൻ്റെ സന്തോഷം കാണുവാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ അപ്പൂപ്പനെ തോപ്പിച്ചു എന്ന് പറയുന്നത് കേൾക്കുവാനായിട്ട് അയാൾക്ക് സാധിക്കും. അതൊരു വലിയ സന്തോഷമാണ് എനിക്ക്. ജയിക്കുന്നതിനേക്കാൾ അവൻ്റെ മുമ്പിൽ തോൽക്കുന്നതിന്, അവൻ്റെ സന്തോഷം കാണുന്നതിന്, അതിലുപരി എങ്ങനെ നന്നായിട്ട് തോൽക്കാൻ സാധിക്കും എന്നൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, എനിക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ യേശുവിൻ്റെ ശിഷ്യനായിട്ടുള്ള തോമസിനെ കാണുകയാണ്. തോമസ് ഇതുപോലൊരു കുട്ടിയെപ്പോലെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. തൻ്റെ കളിയിൽ ജയിക്കുവാനായിട്ടുള്ള ആ വാശിയുമായിട്ട് യേശുവിനെ അവന് കാണുക മാത്രമല്ല, സ്പർശിക്കുക കൂടി ചെയ്യണമായിരുന്നു. പിടിവാശിയുള്ള ഒരു കുട്ടിയുടെ അതേ മനോഭാവമാണ് തോമസിൽ നമ്മളിവിടെ കാണുന്നത്. യേശുവിന് വേണമെങ്കിൽ തോമസിനോട് പറയാമായിരുന്നു, തോമസ്, നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, നിനക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം. പക്ഷേ യേശു അങ്ങനെ ചെയ്യുന്നില്ല. തോമസിനെ പോലെ വാശി പിടിക്കുന്നതിന് പകരം യേശു വിട്ടുകൊടുക്കുകയാണ്. യേശു തോമസിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് തയ്യാറാവുകയാണ്. അത് യേശു ചെയ്യുന്നത് അവനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. തോമസിനെ സ്വന്തമാക്കുവാനായിട്ടുള്ള ആഗ്രഹത്തെ പ്രതി. സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിന് അങ്ങനെ പറ്റുകയുള്ളൂ. 100 ആടുകളുടെ ഉപമ നമുക്കറിയാമല്ലോ. 99 ആടുകളും ഇടയനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോകുന്ന ഒരിടയൻ. ഈ മുള്ളുകൾക്കിടയിൽ ഈ ആടിനെ തിരയുമ്പോൾ ഇടയനും പരിക്കുകൾ പറ്റാം, വേദന ഉണ്ടാകാം. പക്ഷേ അതൊന്നും അയാൾക്ക് ഒരു പ്രശ്നമല്ല. ഈ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി അതിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അതെ, ഈ നഷ്ടപ്പെട്ട ഒന്നും പ്രധാനപ്പെട്ടത്. ഈ തോമസിന് വേണമെങ്കിൽ നമുക്കും ഈ നഷ്ടപ്പെട്ട ആടിനോട് ഉപമിക്കാം. തോമസിൻ്റെ സ്പർശനത്തിലൂടെ, അതിലുപരി തോമസിൻ്റെ സംശയത്തിലൂടെ യേശുവിന് വീണ്ടും വേദന ഉണ്ടാവുകയാണ്. എന്നാൽ യേശു അതൊക്കെ അവഗണിച്ചുകൊണ്ട് തോമസിനെ സ്വന്തമാക്കുകയാണ്. അത് പ്രധാനപ്പെട്ടതായിരുന്നു, ശരിയായിട്ടുള്ള രീതിയായിരുന്നു. കാരണം നമുക്കറിയാം, തോമസിലൂടെ യേശു ഒത്തിരി മനുഷ്യരെ നേടുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ. നമ്മുടെ നാട്ടിലും വന്ന് സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് തോമസിന് സാധിച്ചത് യേശുവിൻ്റെ ഈ സ്നേഹം അനുഭവിച്ചതുകൊണ്ട്. അതെ, ഇപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് യേശു വിട്ടുകൊടുത്തത്, എന്തുകൊണ്ടാണ് യേശു തോമസിനെ സ്വന്തമാക്കുവാനായിട്ട് ശ്രമിച്ചത്. തോമസിലൂടെ മറ്റുള്ളവരെ കൂടെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിൻ്റെ ലക്ഷ്യം. യേശു ഇന്നും അതുതന്നെയാണ് ചെയ്യുന്നത്. വിട്ടുകൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ സ്വന്തമാക്കുവാനായിട്ട്, എന്തും സഹിക്കുവാനായിട്ടുള്ള അവൻ്റെ സ്നേഹം. അതാണ് യേശുവിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്. യേശു ഇന്ന് നമ്മളോട് പറയും, വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുകളിൽ ആയിരിക്കുക, അവർക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കുക എന്നത് മാത്രമല്ല, വിട്ടുകൊടുക്കുന്നതിലൂടെ, മറ്റുള്ളവരെ ജയിക്കുവാനായിട്ട് അനുവദിക്കുന്നതിലൂടെയൊക്കെ നമുക്കും വിജയിയാകുവാനായിട്ട് സാധിക്കും. അതുമൂലം നമുക്ക് ഒരാളെ മാത്രമല്ല, ഒത്തിരി പേരെ നേടുവാനായിട്ട് സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പല കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്രമാത്രം വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ട്, മറ്റുള്ളവർ വിജയിക്കുവാനായിട്ട് എത്രമാത്രം നമ്മൾ താഴ്ന്നു കൊടുക്കാറുണ്ട്, ചവിട്ടുപടികളാകാറുണ്ട്. യേശുവിനെപ്പോലെ വിശാലമായിട്ടുള്ള, സ്നേഹം നിറഞ്ഞ, കരുണ നിറഞ്ഞ ഹൃദയങ്ങൾക്ക് ഉടമകളാകുവാനായിട്ട് നമുക്കും ആകട്ടെ. അതുവഴി മറ്റുള്ളവരെ നേടുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വിശുദ്ധ തോമസിലൂടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.